വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി MK ഭാസ്കരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നടന്നു. പരിപാടി RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളെ 453 കുടുംബങ്ങളെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കും? ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ 2018-19 അന്നവിടെ ഈ പ്രദേശം ഒട്ടാകെ ഇല്ലാതെയായി. 53 കുടുംബങ്ങൾക്ക് വീടില്ലാതെയായി. ഏറ്റവും വലിയ പ്രശ്നം ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ 7 ഏക്കർ ഭൂമി വാങ്ങി സർക്കാരിന് നൽകി. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കാത്ത, കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് വയനാട്ടിൽ നടന്നത്. ആ ദുരന്തം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ 173 വീടുകൾ കൈമാറി. കഴിഞ്ഞ ഡിസംബർ വരെ മഴയില്ലായിരുന്നുവെങ്കിൽ ആ പ്രോജക്റ്റ് പൂർണ്ണ രൂപത്തിൽ പൂർത്തീകരിച്ച് എല്ലാവർക്കും വീട് നൽകുമായിരുന്നു. ഒരു മന്ത്രിസഭാ ടീമിനെ തന്നെ അവിടെ നിയോഗിച്ച് ഇവിടെ ദുരിതങ്ങൾ പരിഗണിച്ചുകൊണ്ട് വാടക വീട്, പഠിക്കാനുള്ള സൗകര്യം, ദിവസമുള്ള വരുമാനം, ഇതെല്ലാം ഗവൺമെന്റ് ചുമതലയാണ്. ചിത്ര ഗവൺമെന്റ് മുമ്പ് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അത്ഭുതകരമായ നേട്ടങ്ങൾ സൃഷ്ടിച്ചൊരു ഗവൺമെന്റാണത്. വയനാട്ടുകാരെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും, ഞാനും LDFന്റെ ഭാഗമാണ്, വയനാടിൻ്റെ കൈപിടിച്ച സർക്കാരിന്റെ ഭാഗമാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ 140 MLA-മാർക്കും ഒരേ തരത്തിൽ പരിഗണന ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് കിഫ്ബിയുടെ പദ്ധതികൾ നല്ല രീതിയിൽ ഇവിടെ വന്നില്ല? ആ ചോദ്യം ചോദിക്കണ്ടേ? വടകരയും ഈ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായി മുന്നേറണ്ടേ? ഇവിടെ വിവിധ പദ്ധതികൾ വരണ്ടേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റം തുടർഭരണം എന്നുള്ളത് കേരള ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ ആവശ്യം മാത്രമല്ല. ഇന്നെന്നോട് ചില മാധ്യമപ്രവർത്തകർ വയനാടും ചോദിച്ചു, ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഇലക്ഷൻ മുന്നിൽ കണ്ട് 100 വീടിന്റെ തറക്കല്ലിട്ടതാണ് ഇലക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അവിടെ തറക്കല്ലും കാണാനില്ല, കോൺഗ്രസ് ഇട്ടതില്ല. ഒരു ഗവൺമെന്റ് വീട് നിർമ്മിക്കുന്നത് ഇലക്ഷന് വേണ്ടിയിട്ടാണോ? ഈ വയനാട്ടിൽ വലിയ ദുരിതം നടന്നപ്പോൾ അവരെ സഹായിക്കുന്നത് രാഷ്ട്രീയ ഫണ്ടാണോ എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താണ് പറയുന്നത്? തുരങ്കപാത ഞങ്ങൾ ഇല്ലാതെയാക്കും, കിഫ്ബി ഞങ്ങൾ ഇല്ലാതെയാക്കും, വികസന പ്രവർത്തനം എല്ലാം ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറയുന്ന UDF. ഇന്നലെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ആരോ മുഖ്യമന്ത്രി ചോദിച്ചാൽ 10 വർഷം ഞങ്ങൾക്ക് 91 വയസ്സാവില്ലായിരുന്നു. ആർക്കെത്ര വയസ്സാവുന്നു എന്നുള്ളല്ലോ ഇവിടെ പ്രശ്നം. നമ്മൾ നാട് ഭരിക്കുമ്പോൾ 50 വർഷം കഴിഞ്ഞാൽ ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നതാണ് പ്രശ്നം. ആ കാഴ്ചപ്പാട് ഇടതു മുന്നണിക്കുണ്ട്, ആ നയിക്കുന്ന നേതാവിനുണ്ട്, ആ ഗവൺമെന്റിനുണ്ട്. അത് നമ്മൾ അതിന്റെ ഗുണമനുഭവിക്കാത്ത ആരും കേരളത്തിലില്ല. 2 മാസത്തെ പെൻഷൻ നൽകാൻ വേണ്ടി പോവുകയാണ്. അതായത് മാർച്ച് മാസം, ഏപ്രിൽ മാസം വിഷു വരികയാണ്, ഈസ്റ്റർ ഉണ്ട്. 4000 കോടി രൂപയാണ് നൽകുന്നത്. ഇലക്ഷൻ വാഗ്ദാനങ്ങളല്ല. കേരളത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് തുടർച്ചയുണ്ട്. അത് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നൽകപ്പെടുന്നുണ്ട്. അത് സംശയവും വേണ്ട. അത് ഇലക്ഷൻ വാഗ്ദാനങ്ങളൊന്നല്ല. ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു മുന്നണിയിൽ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആ സർക്കാർ 2-3 അധികാരത്തിൽ വരുന്ന കുറിച്ച് സംശയവുമില്ല. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ മാസം കുറച്ച് വീടുകൾ നൽകേണ്ട. പക്ഷെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട. നൽകുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ലേ, സ്ഥാപനമാണ്. അതൊക്കെ ആരുടെ പേരിലാണ് ഇപ്പോൾ എഴുതി ചേർക്കപ്പെടാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെ അതൊക്കെ വന്നെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ഇടതുപക്ഷത്തെ കൈവെക്കാൻ MK ഭാസ്കരനെ നിങ്ങൾ അവിടെ തിരഞ്ഞെടുത്തയക്കണം. ചരിത്രവേദികളിൽ പുളകമായ വടകര കോട്ടപ്പറമ്പിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ഇക്കുറി വടകര തിരിച്ചുപിടിക്കുമെന്ന് LDF കൺവെൻഷനിൽ പ്രഖ്യാപനമുയർന്നു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായി. ഈ നാട്ടിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കാത്ത ഒരേ ഒരു MLA ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിരിക്കുന്ന MLA ആണ്. അതുകൊണ്ട് അതാണ് ചോദ്യം, അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട. ഈ നാടിലെ വികസനം വേണമോ? നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ ഈ മണ്ഡലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ളതാണ്.
UNCCയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു ടൂറിസം പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാം അതിനോട് കൈകോർക്കുന്നു. അതിൽ ഏറ്റവും വലിയ വികസനം വരാൻ പോകുന്ന വടകരയാണ്. വടകരയിൽ ഏറാമല ബാങ്കിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഞങ്ങളുടെ സ്വപ്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട പദ്ധതി, നൂറുകണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന പദ്ധതി, UNCCയുമായി സഹകരിച്ചുകൊണ്ട് വടകരയെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള, അതിൽ നമ്മുടെ നിലവിലുള്ള MLAക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നമുക്ക് ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. വടകരയെ ഒരു മാതൃക മണ്ഡലമാക്കി മാറ്റാൻ സാധിക്കണം. വികസനത്തിന്റെ കാര്യത്തിൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ഭാസ്കരൻ, R സത്യൻ, EP ദാമോദരൻ, NM ബിജു, P സത്യനാഥൻ, TP ഗോപാലൻ, CK കരീം, റഫീഖ് അഴിയൂർ, P പ്രദീപൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മനയത്ത് ചന്ദ്രൻ ചെയർമാനായും TP ബിനീഷ് സെക്രട്ടറിയും C കുമാരൻ കൺവീനറും VK സന്തോഷ് ട്രഷററുമായ 251 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. C ഭാസ്കരൻ, R സത്യൻ, R ഗോപാലൻ, PK ശശി, CK കരീം, K ലീല, KK കൃഷ്ണൻ, റഫീഖ് അഴിയൂർ, PP രാജൻ, P സോമശേഖരൻ, TNK ശശീന്ദ്രൻ, P സത്യനാഥൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. KP ബിന്ദു, ഷൈജി പ്രമോദ്, MP അബ്ദുള്ള, KM മൂസ ഹാജി, പ്രസാദ് വിലങ്ങിൽ, CP രാജൻ, T രാധാകൃഷ്ണൻ, ബാബു കൊയിലോത്ത്, ലതിക ശ്രീനിവാസ്, ചൊക്രന്റെ ചന്ദ്രൻ, NM ബിജു, K പ്രകാശൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. നമുക്കറിയാം, UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് 600 രൂപ കിട്ടിയാൽ പോലും ജീവിക്കാൻ കഴിയാത്ത ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പെൻഷൻ 18 മാസം ബാക്കി വെച്ചുകൊണ്ടാണ് പോയത്. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു, ആ കുടിശ്ശിക മുഴുവനായി കിട്ടി. പിന്നീട് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 1000 പിന്നീട് 1600 ആയി. 1600 ഇപ്പോൾ 2000 ആയി. അത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. പറഞ്ഞത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെന്റ് ഇവിടെ കാണിച്ചത്. വാഗ്ദാനങ്ങൾ നൽകുകയും അതിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്ന, ഒളിച്ചോടുകയും ചെയ്യുന്ന UDFന്റെ സമീപന രീതിയല്ല LDF കാണിച്ചിട്ടുള്ളത്. ഒട്ടനവധി വികസനങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളോടൊപ്പം വടകര മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം നടത്തുകയാണ്. ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, രാഷ്ട്രീയ ലക്ഷ്യം സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ടത്തിന്റെ ഭാഗമായി എന്നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ കാര്യം ഉറപ്പാക്കിക്കൊണ്ട് എന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ റാന്തൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ബന്ധപ്പെടണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്